അങ്ങനെ ഭയപ്പെടുത്തി രാഷ്ട്രീയ നേതാക്കന്മാരെ വരുതിയിലാക്കുന്നവരും അല്ലാത്തവരെയെല്ലാം ജയിലിലടയ്ക്കുന്നതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയനെയും ഇവർക്കറിയില്ല. 80 വയസ്സിനിടയിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമെല്ലാം രാഷ്ട്രീയ ശത്രുക്കളാൽ വേട്ടയാടപ്പെടുമ്പോഴും മുട്ടുമടക്കിയിട്ടില്ല. എല്ലാവരും ഉപേക്ഷിച്ചു പോയിട്ടേ ഉള്ളൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ യഥേഷ്ടം മുമ്പോട്ട് വന്നതല്ല, പ്രതിസന്ധികൾ തരണം ചെയ്ത് മുമ്പോട്ട് വന്നതാണ്. പുന്നപ്രയുടെയും വയലാറിൻ്റെയും കൂത്തുപറമ്പിൻ്റെയും എല്ലാം സന്തതികളുടെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ. സഖാവ് പിണറായി വിജയനെയും കുടുംബത്തെയും മോഡിയുടെയും സതീശൻ്റെയും ഗൂഢാലോചനയ്ക്ക് മുമ്പിൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ വേട്ട നായ്ക്കൾക്ക് പിച്ചി ചീന്തുവാൻ പിണറായി വിജയനെയും കുടുംബത്തെയും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ജീവൻ കൊടുത്ത് സംരക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ പ്രതിഷേധമാണ് CPIM നേതാക്കളും പ്രവർത്തകരും നടത്തുന്നത്. അത് സംസ്ഥാന വ്യാപകമായി തന്നെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തിരുവനന്തപുരത്ത് നമ്മൾ ഇപ്പോൾ വസീഫ് കൂടി സംസാരിക്കാൻ DYFI സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കും. ുമൊക്കെ ഇരയാകുന്ന കോൺഗ്രസ്സുകാരും ഇല്ലേ രാജ്യത്ത്? എന്നിട്ടാണ് അതേ EDക്കും അതേ അന്വേഷണ ഏജൻസികൾക്കും എല്ലാ പിന്തുണയും കൊടുത്ത് ഈ കേരളത്തിലേത് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരും പോകുന്നത്. അതുപോലെ തന്നെയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും നിലപാട്. ഇതെല്ലാം ഈ ജനം പരിശോധിക്കും, ഈ ജനം മനസ്സിലാക്കും, വിലയിരുത്തും. മോദി തീർച്ചയായിട്ടും എന്താ തർക്കം? ഇവര് ഈ VD സതീശന്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങൾ പരിശോധിച്ചോ? സംശയം ജനിപ്പിക്കുന്ന തന്നെയല്ലേ? നിങ്ങൾ പരിശോധിച്ചോ? ഈ പിന്തുണ കൊടുക്കുന്നത് ആരാ? ഇപ്പോൾ വലിയ രീതിയിൽ പിന്തുണച്ച് വലിയ രീതിയിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ടല്ലോ, നമുക്ക് കാണാന്നേ. ഈ പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും ഒന്നും മടിയിൽ ഒരു കനവുമില്ല, എല്ലാവർക്കും അറിയുന്നല്ലേ. അവർ ഈ കേരളത്തിനകത്ത് നടത്തിയ പൊതുപ്രവർത്തനമൊക്കെ അറിയാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ? അതൊക്കെ രാഷ്ട്രീയമായി ഈ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതൃത്വത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഈ സംഘപരിവാറിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന സംസ്ഥാനമായിരുന്നു കേരളം. ആ സംസ്ഥാനത്തിൻ്റെ നേതൃത്വമായിരുന്നു സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം നയിക്കുന്ന പാർട്ടി എല്ലാം രാജ്യത്തെടുക്കുന്ന നിലപാടുകൾ ഈ BJPക്ക് സംഘപരിവാരത്തിന് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് വലിയ രീതിയിൽ. അതാ ഈ പ്രശ്നത്തിൻ്റെയൊക്കെ പിന്നെ